ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്ന് അവിട്ടം ദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 12:30 ആയപ്പോൾ നമ്മളൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ, നമ്മുടെ സുമിയക്കാടെ വീട്ടിൽ എല്ലാ വർഷവും നബിദിനത്തിനാണെങ്കിൽ നേർച്ചച്ചോറ് കൊടുക്കും കേട്ടോ. അതായത് ആ നാട്ടിലുള്ള എല്ലാവർക്കും 10,000 പേരുടെ ഊണ് അവിടെ നടക്കും കേട്ടോ. അങ്ങനെയുള്ള ഒരു എല്ലാ വർഷവും മുടങ്ങാതെ നടക്കുന്നൊരു സംഭവമാണ്. അപ്പം നമ്മളെയും വിളിച്ചിട്ടുണ്ട്, എല്ലാ പ്രാവശ്യമൊക്കെ വിളിക്കും, പക്ഷേ നമുക്ക് പോകാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ ഈ പ്രാവശ്യം നാത്തൂനൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് പോകാം. അപ്പം ഞാനും പിള്ളേരും മാത്രമാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പോയിട്ട് അവിടെ കോട്ടമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങും കേട്ടോ. നമ്മുടെ അടൂര് റൂട്ടുള്ളവർക്കൊക്കെ അറിയാം. അങ്ങനെ അവിടെ ഇറങ്ങിയപ്പോഴത്തേനും നമ്മുടെ അൻസിലാണെങ്കിൽ നമ്മളെ വിളിക്കാൻ വന്നിട്ടുണ്ട്. ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാണ്. അപ്പോൾ അവൻ്റെ ബൈക്കിൽ നമ്മൾ 3 പേരും കൂടെ വന്നു. നമ്മളവിടെ എത്തിയപ്പോഴത്തേനും നിഷായും അമ്മയൊക്കെ നമ്മളെ നോക്കി നിൽപ്പുണ്ട്. നിഷ എൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മുടെ സുമിയക്കാടെ വീടാണ് ഈ കാണുന്നത്. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു വീടാണ്. കാരണം നല്ല പൂന്തോട്ടവും കുളവും പിന്നെ കിളികളുണ്ട്, ഒരുപാട് കിളികളുണ്ട്, പ്രാവുണ്ട്, പശുവാട്, അങ്ങനെ പ്രകൃതിയായിട്ട് ഇണങ്ങിയ ഒരു വീടാണ്. നല്ല പോസിറ്റീവ് വൈബാണ് ഇവിടെ. അവിടെ ചെന്നപ്പോൾ എൻ്റെ 2 സബ്സ്ക്രൈബേഴ്സ് അയ്യോ നിങ്ങൾസ് കിച്ചൺ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. ചുമ്മാതാണ്, ഇതെൻ്റെ ചിഹ്നമായി മോളുകൾ കേട്ടോ. അങ്ങനെയൊക്കെ ഒരു കാര്യം നമുക്കും വരുമായിരിക്കും, നമ്മളെയൊക്കെ കാണുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വീട് കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഇതാണ് കുടുംബ വീട്, അപ്പുറത്താണ് സുമിയക്കാരുടെ ബ്രദറിൻ്റെ വീട്. അവിടെയാണ് പന്തലൊക്കെ ഇട്ട് ഇത് നടത്തുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് നല്ലൊരു വ്യൂ ആണേ. അവിടെ ചെന്നപാടെ നമ്മളെല്ലാം ബിരിയാണി എല്ലാം കഴിച്ചു. കാരണം നല്ല തിരക്കാവും ഇനി അങ്ങോട്ട് കേട്ടോ. ഇപ്പം തന്നെ ഓരോ പന്തലും നിറഞ്ഞ ആൾക്കാരിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ അമ്മോൻ്റെ കൂടെ നിന്ന് വീഡിയോ എടുക്കുന്നത് ചിന്നമ്മയും പിന്നെ റിമീസയുടെ മോനാണ് നാഹിൽ മോന്. അപ്പോൾ അവരെല്ലാം സെൽഫി എടുക്കണം. ഇത് പിന്നെ നമ്മുടെ ജസീനക്കാണ്, അക്കേനെ കണ്ടുകൊണ്ട് ഓടി വന്ന കാര്യം പറയണേ. പിന്നെ മച്ചാൻ എൻ്റെ കൂടെ നിൽപ്പുണ്ട്, അതായത് നിഷയുടെ ഹസ്ബൻഡ് കേട്ടോ. കാണുന്നവരത്തും വരുന്നവരത്തും പോകുന്നിടത്തെല്ലാം പറയും യൂട്യൂബറാണ് ഇരിക്കുന്നത്, ഒന്ന് പരിചയപ്പെട്ടിട്ടോ. ഇതുപോലെ നാണക്കേട്, വേറെ നാണക്കേടല്ല, നമ്മളെ ഇരുത്തി അങ്ങ് അപമാനിക്കുകയാണോ എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇത് നമ്മളെ ഇടയ്ക്ക് കാണിച്ചത് ഹംസാനാണ്. പറയൂ, എത്രയുള്ള പഠിക്കുന്ന മോള്? കോളേജിലാ? ഇതെങ്ങനെയുണ്ട് പഠിക്കാൻ? എങ്ങനെയുണ്ട്? അടി കിട്ടുമോ? അച്ഛനെടുത്തിട്ട് പൊരിക്കുവോ? അച്ഛൻ്റെ നോട്ടപ്പുള്ളികളാണോ നിങ്ങൾ രണ്ടുപേരും? ഓക്കെ. അപ്പോഴത്തേനും പിന്നെ ചിന്നമ്മയും റമീസായും പിള്ളേരും കൂടെ പോവാന്ന് പറഞ്ഞു കേട്ടോ. അവർ പിന്നെ കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, ഇപ്പം ഒത്തിരി നേരം നിൽക്കാൻ ഒക്കത്തില്ലല്ലോ. കുഞ്ഞിതുവരെ കരയാതൊക്കെ പിടിച്ച് നിന്നിട്ട് ഞാൻ കുഞ്ഞിനൊരു ലവ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവർ മുഖം ഇതുവരെ റിവീൽ ചെയ്ത് ഫോട്ടോ ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ അൻസിക്കയുടെ മൂത്ത മോനാണ് അൻസർ. നമ്മുടെ അൻസിലിൻ്റെ ഇളയാൾ ഇളയതുപോലെ മൂത്ത ആൾ കേട്ടോ. അപ്പം റമീസ പോകാൻ നേരം ഇപ്പോൾ പാത്തൂനെ അവിടെ എല്ലാം തിരക്കാണ്. അങ്ങനെ പാത്തു എൻ്റെ മോനും കൂടെ അവിടെ കിടന്ന് ഓട്ട മത്സരമായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ പറക്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മളിവിടുത്തെ കുറച്ച് ഗാർഡൻ്റെയൊക്കെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. മറ്റേടത്ത് നല്ല തിരക്കുണ്ട്, ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ സുമിയൊക്കെ അവിടെയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഗാർഡൻ്റെയൊക്കെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കിണർ കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കിണറാണ്. പിന്നെ ഇവിടെ പശുവുണ്ട്, 2 പശുവുണ്ട്. വേറെ 4 പശു ഉണ്ടായിരുന്നു തോന്നുന്നു. എൻ്റെ സമയത്ത് 2 ചത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആടുണ്ട്. പിന്നെ ഈ ആടൊക്കെ നല്ല ഇണക്കമാണ് നമ്മളോട്. പണ്ട് എനിക്ക് ആടിനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൊച്ചിലെ എൻ്റെ വീട്ടിൽ ആടും പശുവൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നൊക്കെ വളർത്താം. ഇപ്പോൾ നമുക്ക് വളർത്തണമെന്ന് പറഞ്ഞ് മേടിച്ചാലും നമുക്ക് ഒട്ടും ടൈമില്ല. 24 മണിക്കൂറും ഞാൻ പ്രൊഡക്റ്റീവായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഇത്. പിന്നെ ഇവിടെ നല്ലൊരു പോസിറ്റീവ് വൈബാണ്, നല്ലൊരു ഏഴിലും പാലയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് റബ്ബറായിരുന്നു, അതെല്ലാം മുറിച്ചിട്ട് ഇപ്പോൾ കൈതച്ചൊക്കെ പൈനാപ്പിൾ പ്ലാന്റ് ചെയ്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ നല്ലൊരു ശുദ്ധവായു കിട്ടുന്ന സ്ഥലമാണ്. കാരണം എന്ന് വെച്ചാൽ ടൗണിൽ നിന്ന് ഇച്ചിരി അകത്തോട്ടുമാണ്. ഈ ടൗണിനകത്ത് ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്നപ്പോൾ നമ്മൾ ആലോചിക്കുക. നല്ല സൂപ്പർ അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണ്. പിന്നെ നമ്മൾ വീടിനകത്തോട്ട് കയറി. പിന്നെ അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അവരായിട്ടെല്ലാം ഇരുന്ന കാര്യം പറയണത്. ഇത് സുമിയക്കാട് സിസ്റ്റേഴ്സാണ്. ഒരു സിസ്റ്ററും 2 സിസ്റ്റർ, ഒരു നാത്തൂനും പിന്നെ ഒരു സിസ്റ്ററിൻ്റെ മോളും ഒക്കെയാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ നിന്ന് നമ്മളായിട്ട് ഭയങ്കര കൂട്ടാണ്. സുമിയൊക്കെ നമ്മളെപ്പോൾ പോലും നല്ല ജീവൻ കളയും കേട്ടോ, അതുപോലെ സ്നേഹമാണ്. അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് ലെക്ചർ അടിക്കുവായിട്ട് എല്ലാവരും കൂടെ. അപ്പോൾ എന്നെ കളിയാക്കുവാണ് സംസാരം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അൻസിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അൻസിലാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയുകയാണ് ഗൈസ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മാറ്റി.
പിന്നെ സുമിയക്കാടെ വീട്ടിലാണെങ്കിൽ മൺപാത്രങ്ങളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് മൺപാത്രങ്ങളുണ്ട്, പ്ലേറ്റുകൾ തന്നെ പല സൈസ് മൺപാത്രങ്ങളുണ്ട്, അവരെല്ലാം അതിലാണ് കഴിക്കുന്നത്. പിന്നെ കുടങ്ങളുണ്ട്, നല്ല നല്ല ക്യൂട്ട് മൺപാത്രങ്ങളുണ്ട്. പിന്നെ വെള്ളം വെക്കുന്നത് മൺപാത്രത്തിലാണ്. ആ വെള്ളമാണ് ഫിൽറ്റർ ചെയ്ത് കുടിക്കുന്നുണ്ട്. നല്ല തണുപ്പാണ്, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതുപോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ പ്യൂരിഫയറിൽ നിന്ന് ആദ്യം വെള്ളം എടുത്ത് കുടിച്ചു. അത് കണ്ടുകൊണ്ട് സുമിയൊക്കെ വന്ന് പറഞ്ഞ് മൺപാത്രത്തിലെ വെള്ളം കുടിച്ച് നോക്കൂ, നല്ല അവരതുപോലെ നമ്മൾ സ്നേഹം കിട്ടുക. അവരുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ, ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ പോലും നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു തന്ന് നമ്മൾ ഭയങ്കര ഇതാണ്, നമ്മൾ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വൈകിട്ട് അത്രയും നേരം ഇരുന്നിട്ട് നമുക്ക് സമയം പോയത് അറിഞ്ഞില്ല. അതുപോലെ നമ്മൾക്ക് അവിടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു, അവരെല്ലാവരും അതുപോലെ ആയിരുന്നു കേട്ടോ. സുമിയക്കാടെ മോള് ഡോക്ടറാണ്. പിന്നെ മോൻ ഇപ്പം കല്യാണം കഴിഞ്ഞ് അതേ ഉള്ളൂ. അപ്പോൾ അവർ അപ്പുറത്തോട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സ്നേഹമാണ്. പിന്നെ ഇനു ബേബി ആണെങ്കിൽ ഇന്ന് ഇച്ചിരി മൂശായിട്ടായിരുന്നു, കാരണം അവൾക്ക് പനിയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ സുമിയക്കാടെ ഹസ്ബൻഡ് ഹംസാണ് കേട്ടോ. പുള്ളിക്കാരനാണെങ്കിൽ അവിടുത്തെ ഓരോ ചെടികളിലെയും ഫ്രൂട്ട്സൊക്കെ പറിച്ചുകൊണ്ട് വന്ന് നമുക്ക് തരികയാണ്. ഭയങ്കര ആശ്ചര്യത്തോടെ നമുക്ക് കൊണ്ട് തരികയാണ് കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇപ്പോൾ ഇരുന്ന് എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ഈ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരുന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു ഷേക്ക്. ഞാൻ അവിടെ ഇരുന്ന് ഊഞ്ഞാലിരുന്ന് ആടിക്കൊണ്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ പിള്ളേരെക്കാട്ടിലാണ് ഞാൻ കേട്ടോ. പിള്ളേരെയൊക്കെ അടിച്ചു പിടിച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ആടി. പിന്നെ നമ്മളവിടുത്തെ എല്ലാം നല്ല ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ അക്കയാണ് ഗൈസ്. അക്കായെ കണ്ട അനിയത്തിയാണെന്ന് പറയുമെന്നുള്ള കമൻറ്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു. അപ്പോഴത്തേനും അമ്മ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തോളൂ, കാരണം ബിരിയാണി തിന്നിട്ടിരിക്കുന്നില്ല, അപ്പം ഭയങ്കര ദാഹമാണല്ലോ. അപ്പം എനിക്കാണെങ്കിൽ ഹംസാണ് കുറേ മിറാക്കിൾ ഫ്രൂട്ട് പറിച്ചുകൊണ്ട് തന്നു കേട്ടോ. പക്ഷേ ഇത് ആദ്യം കേട്ടിട്ടുണ്ട്, മിറാക്കിൾ ഫ്രൂട്ടിനെ പറ്റി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കഴിച്ച് ഞാൻ നേരത്തെ കയറി ഇട്ടപ്പോൾ ഇത് പഴുത്തിട്ടില്ല, അത് വലിയ കാര്യത്തോടെ എനിക്ക് കൊണ്ടു തന്നിട്ട് ഞാൻ കഴിച്ചപ്പോൾ നല്ല മധുരം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെള്ളം തന്നു, വെള്ളം കുടിച്ചപ്പോഴും നല്ല മധുരം. അത് കഴിഞ്ഞിട്ട് കുറേ നാരങ്ങ എനിക്ക് കീറിക്കൊണ്ട് തന്നു, പക്ഷേ അത് നല്ല മധുരമായിരുന്നു കേട്ടോ. നമ്മൾ കള്ളം പറയുന്ന സൂപ്പർ മധുരമായിരുന്നു നാരങ്ങ. ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറത്തേക്ക് എല്ലാം മധുരമായിരിക്കും എന്നാണ് പറയുന്നത്. മറിയം മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചില്ല, പക്ഷേ അവൾക്ക് നീ കഴിക്കരുത്. ഇത് മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല. മധുരമാണോ പുളിയാണോ? മധുരം. അങ്ങനെ ആബിദ് മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് ഈ നാരങ്ങ കഴിച്ചപ്പോൾ നല്ല മധുരം കേട്ടോ. അപ്പോൾ അങ്ങനെ അവനും അതിന് അപ്രൂവൽ ചെയ്യുന്നു. പിന്നെ മറിയാൻ നിൽക്കുന്നില്ല കേട്ടോ. ഇനി ബേബി ഇന്ന് മൂശാട്ടേനെന്ന് പറഞ്ഞാൽ അവൾക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നെ. അപ്പോൾ ഇപ്പോഴാണ് അവൾ ഉറങ്ങി എഴുന്നേറ്റ്. അപ്പോൾ അവൾക്ക് ഇച്ചിരി ആഹാരം കൊടുക്കാനായിട്ട് അമ്മ എടുത്തുകൊണ്ട് പുറത്തോട്ട് വരുവാണ്. അപ്പോൾ അക്കുവാണെങ്കിൽ കുറേ ചോറും കൊണ്ട് വരുന്നു, അമ്മ എടുത്തുകൊണ്ട് നടക്കുന്നു. പക്ഷേ അവൾ കഴിക്കുന്നുണ്ടായിരുന്നേ ഇല്ലായിരുന്നു. കുഞ്ഞിനാണെങ്കിൽ പനിയുടേതായ ഒരു ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നല്ലൊരു പാലയൊന്നും ഇപ്പോൾ ഉണ്ട് കിടിലം പോലെ കേട്ടോ. സൂപ്പർ വൈബാണ് ഇവിടെ ഇരിക്കുന്നതിൻ്റെ മൂട്ടി ഇരിക്കാൻ കേട്ടോ. പിന്നെ അവരതുപോലെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം കാടൊന്നും പിടിക്കാതെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ കാറ്റ്. അത്രയും വെയിലുണ്ടെങ്കിൽ നമ്മൾ ആ വെയിലിൻ്റെ ചൂടൊന്നും പറഞ്ഞില്ല, അത്രയും കാറ്റാണ്. പിന്നെ അവിടുന്ന് ചായയും വടയും എല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു ലൈവൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആണെങ്കിൽ സുമിയൊക്കെ ഇറങ്ങി നമുക്ക് യാത്രയൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എൻ്റെ മാമാടെ കടയുണ്ട് കേട്ടോ, അടൂരൊരു മാളുട്ടി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറ്റിയെന്ന് എനിക്ക് കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി വല്ലതും ഉണ്ടോ എന്ന് പറക്കി നോക്കാൻ പോയതാണ് കേട്ടോ. വല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ അടിച്ച് മാറ്റിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അടൂരോട്ട് പോകുമ്പോൾ എപ്പോഴും നെക്സ്റ്റ് ഫീലിംഗ് ആണ്, കാരണം ഒരു 23 വർഷം ഞാൻ സ്പെൻഡ് ചെയ്തൊരു സ്ഥലമാണ് അടൂർ കേട്ടോ. എൻ്റെ അമ്മയുടെ നാട് അടൂരാണ്. അപ്പോൾ ഞാൻ 7 വർഷം പഠിച്ചത് അടൂരാണ്. പിന്നെ അമ്മയുടെ നാട് അവിടെ ആയതുകൊണ്ട് ഒബ്വിയസ്ലി നമ്മൾ എപ്പോഴും വീക്കെൻഡിലും എല്ലാം അവിടെ പോകുമല്ലോ. അങ്ങനെ അപ്പോൾ അവിടുത്തെ ഓരോ മുക്കും മൂലയും മണൽത്തരികളും എനിക്കറിയാൻ കിട്ടി. ഇപ്പോഴും അത് കാണുമ്പോൾ ഒരു ആശ്ചര്യമാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ അടൂർ ഇതിൻ്റെ വരുന്നത് കേട്ടോ. കടയുടെ ലൊക്കേഷൻ വരുന്നത് മാളൂട്ടി ടെക്സ്റ്റൈൽസ്. നല്ല അഫോർഡബിൾ പ്രൈസിന് നല്ല മെറ്റീരിയലും നല്ല ചുരിദാറുകളും എല്ലാം കിട്ടും കേട്ടോ. പ്രൊമോഷനല്ല, അവിടെ നിന്നൊരു ചുരിദാർ കിട്ടിയതില്ലേ. അപ്പോൾ അവിടെ നിന്നൊരു ചുരിദാറൊക്കെ കടമെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ പൈസ നമ്മൾ ഗൂഗിൾ പേ ചെയ്തിട്ട് കൊടുക്കും കേട്ടോ. അവിടെ നിന്ന് പിന്നെ ആബിദിനെ ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ട് എടുത്തു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോകളൊക്കെ എടുക്കുകയാണെങ്കിൽ എന്തായാലും അവിടെ വരെ പോയതിൽ അതിന് അമ്മ ആണെങ്കിൽ കുറേ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോഴേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കൊരു അപേക്ഷയുണ്ട്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകൾ ഞാൻ ഇടാം. ഞാൻ ലോങ് വീഡിയോ ഇടാം, ഷോർട്സ് വീഡിയോ ഇടാം, കുക്കിംഗ് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇനിയും കാണുന്നിടം വരെയും വണക്കം.